ഏകാദശി വിളക്ക് തുടങ്ങിയതോടെ ഗുരുവായൂരമ്പലത്തിൽ നല്ല തിരക്കാണ്. പൂജകൾക്കിടയ്ക്ക് എപ്പോഴോ കണ്ണൻ അച്ഛൻ തിരുമേനിയോട് സൂചിപ്പിച്ചു, തിരുമേനി, ഞാനിന്ന് ഉച്ചയ്ക്ക് നട അടച്ചു കഴിഞ്ഞ് മമ്മിയൂർക്ക് പോകൂട്ടോ, ദീപാരാധനയ്ക്ക് മുമ്പ് എത്തിക്കോളാം. എന്താ ഉണ്ണി വിശേഷിച്ച് എന്ന് തിരുമേനി ചോദിച്ചു. ഒന്നുമില്ല, കുറച്ച് ദിവസമായില്ലേ മമ്മിയൂരപ്പനെയും മമ്മിയൂരമ്മയും കണ്ടിട്ട്. കണ്ണൻ മമ്മിയൂരമ്മ എന്ന് ഉദ്ദേശിച്ചത് സാക്ഷാൽ പാർവതീദേവിയാണ് കേട്ടോ. തിരുമേനി സമ്മതം മൂളി. എന്നിട്ട് മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടായി. ഇന്ന് എന്താണാവോ പെട്ടെന്ന് കണ്ണൻ അവിടേക്ക് പോവാൻ? അച്ഛൻ തിരുമേനിയുടെ മനസ്സ് വായിച്ച പോലെ കണ്ണൻ പറഞ്ഞു, ഉണ്ണി വെറുതെ പോകാൻ വഴിയില്ല എന്നല്ലേ ഇപ്പം മനസ്സിൽ വിചാരിച്ച്? ഞാൻ പറയാട്ടോ, ഇന്നേ മമ്മിയൂരമ്മയ്ക്ക് തിങ്കളാഴ്ച ഒരിക്കലല്ലേ. അതുകൊണ്ട് അപ്പോൾ കണ്ണനൊരാഗ്രഹം, വൈകിട്ട് മമ്മിയൂരമ്മയ്ക്ക് വ്രതം അവസാനിപ്പിക്കാനായിട്ട് തീർത്ഥജലം സേവിച്ചതിന് ശേഷമേ ഉണ്ണിയുടെ കൈയോടുണ്ടാക്കിയ പായസവും പിന്നെ നെയ്പായസവും ഒക്കെ കൊടുക്കാമെന്ന്. അമ്മയ്ക്ക് സന്തോഷമാവട്ടെ. തിരുമേനി മനസ്സിൽ വിചാരിച്ചു, എന്തൊരു സ്നേഹ കണ്ണാ നിനക്ക്. നട അടച്ചതും ഉടൻ കണ്ണൻ തെടുപ്പള്ളിയിലേക്ക് കയറി പാചകം തുടങ്ങി. അച്ഛൻ തിരുമേനിയും സഹായത്തിന് ചെന്നു. കൈയൊന്നും പൊള്ളിക്കല്ലേ കേട്ടോ കണ്ണാ. ഇല്ല ഇല്ല, ഞാൻ സൂക്ഷിച്ചോളാം. അമ്മയ്ക്ക് വേണ്ടി വെള്ള നേദ്യവും പാൽപ്പായസവും നെയ്പായസവും ഒക്കെ ഉണ്ടാക്കി കണ്ണൻ. പാത്രത്തിലാക്കി വാഴയിലിട്ട് മൂടി ഭദ്രമായിട്ട് കയ്യിൽ പിടിച്ച് കണ്ണൻ മമ്മിയൂർക്ക് തിരിച്ചു. അവിടെ ചെന്ന് മമ്മിയൂരപ്പനെയും മമ്മിയൂരമ്മയും കണ്ടു വണങ്ങി. കണ്ണനെ കണ്ടതും അമ്മയ്ക്ക് സന്തോഷമായി. വേഗം ചെന്ന് കണ്ണനെ വാരിയെടുത്ത് മടിയിലിരുത്തി പുന്നാരിച്ചു, ഗണേശനെയും സ്കന്ദനെയും പോലെ. എന്നിട്ട് ചോദിച്ചു, കണ്ണാ, ഇതൊക്കെ എന്താ? ഇതൊക്കെ അമ്മയ്ക്ക് വേണ്ടിയാ, കണ്ണൻ പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞു. ഇന്നമ്മയ്ക്ക് വ്രതമല്ലേ, ഇന്ന് കണ്ണൻ ഉണ്ടാക്കിയ പായസം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാം. അമ്മയുടെ മുഖത്ത് സന്തോഷമായി. മമ്മിയൂരപ്പൻ കണ്ണനോട് ചോദിച്ചു, അപ്പം എനിക്കൊന്നുമില്ലേ? കണ്ണൻ കള്ള ചിരിയും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മമ്മിയൂരപ്പൻ വ്രതം നോക്കാം എന്ന് പറയൂ, അന്നാ ഉണ്ണി കൊണ്ടുവരാം. തൽക്കാലം മമ്മിയൂരപ്പൻ അമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് വാങ്ങി കഴിച്ചോളൂ. അമ്പട കള്ള. മമ്മിയൂരപ്പനെയും അമ്മയും സ്നേഹപൂർവ്വം സ്മരിച്ച് അർപ്പിച്ച ആ നെയ്പായസം ഭക്തിയും മാതൃസ്നേഹവും ഒന്നിച്ച് ലയിച്ച് ഒരു അർപ്പണമായിരുന്നു. അമ്മയുടെ മടിയിൽ തല അനയിച്ച് കിടക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ, അമ്മയ്ക്ക് സന്തോഷമാകട്ടെ, അതാണ് എനിക്കുള്ള ആനന്ദം. ദൈവസ്നേഹത്തിൻ്റെയും മാതൃസ്നേഹത്തിൻ്റെയും അതുല്യ സംഗമം. മാതൃസ്നേഹം ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ്. അമ്മയുടെ ഹൃദയത്തിൽ തന്നെയാണ് കണ്ണൻ്റെ സാന്നിധ്യം. കൃഷ്ണ ഗുരുവായൂരപ്പ.